ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബ്ലൂമിൻ സിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാഷിങ് മൈ സ്കൂൾ ബാഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാം മോസ്റ്റായിട്ട് എല്ലാം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ ചേച്ചി ഓർഡർ ചെയ്യുന്നിട്ടുണ്ട്. അപ്പം ഞാനും കൂടി ഒന്ന് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ബാഗ് എന്താ സെയിം ചേച്ചി കാണിച്ചു, എൻ്റെ ചേച്ചി കാണിച്ച എൻ്റെ സിസ്റ്റർ കാണിച്ച ബാഗിലാണ്, സെയിം ആണ്. രണ്ടേയും സെയിം ബാഗ് തന്നെയാണ് മേടിക്കുന്നത്. പിന്നെ അത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ 3 ഉറകളുണ്ട്. ഒന്ന് ഇത്, പിന്നെ 4ാമത്തെ ഉറയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് ബാക്കിലാണ്, അത് ഓക്കെ. അതാണ് 4ാമത്തെ. പിന്നെ നമുക്ക് ഇന്ത്യയുടെ ഞാനൊരു കീച്ചെയിൻ തൂക്കിയിട്ടുണ്ട്. ഒരു ലബുബേൻ്റെ കീച്ചെയിനാണ്. ഭയങ്കര ഇഷ്ടം ഈ കീച്ചെയിനൊക്കെ തൂക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കീച്ചെയിനും കൂടി ഒന്ന് തൂക്കിയിട്ടു. അപ്പം നമുക്ക് എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് നോക്കിയാലും ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഓറ നോക്കി. അതിനകത്ത് സ്ഥലം ഉണ്ടാകത്തില്ല, എന്നാലും ഒന്ന് സ്ഥലം. ആദ്യത്തിലൊരു കുട, അത് വെറുതെ കൊണ്ടുപോകുന്നതാണ്. സ്കൂളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാറുണ്ട്, അപ്പോൾ ഒരു കുട കൊണ്ടുപോകുന്നത്. പിന്നെ പിന്നെ ബുക്സാണ്. ബുക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഇതൊന്നുമല്ല, ഇതേക്കാട്ടും കൂടുതലുണ്ട്. പക്ഷെ ഉള്ള കാണും ഇത് ഇന്ന് കൊണ്ടുപോയപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് മോറൽ എഡ്യൂക്കേഷൻ ബുക്കുണ്ട്, പിന്നെ ഒരു ഇംഗ്ലീഷ് ബുക്കുണ്ട്, പിന്നെ ഒരു അറബിക് ബുക്കുണ്ട്, പിന്നെ ഒരു കമ്പ്യൂട്ടർ ബുക്കുണ്ട്, പിന്നെ ഒരു മലയാളം ബുക്കുണ്ട്, പിന്നെ ഒരു USS ബുക്കുണ്ട്, പിന്നെ ഒരു ISS ബുക്കുണ്ട്. ഇത്ര ബുക്കേ ഉള്ളൂ നമ്മുടെ ഇതിലൊക്കെ. അപ്പം അടുത്തത് നമുക്ക് അടുത്ത ഉറ നോക്കാം. ആ ഉറക്കകത്ത് അത്ര സാധനങ്ങളേ ഉള്ളൂ. പിന്നെ അടുത്ത ഉറ നമ്മുടെ ഒരു വലിയ ഉറയാണ്. അപ്പം അതിനകത്ത് കുറേ സാധനങ്ങളുണ്ടാവില്ലേ, എനിക്കറിയാം കുറേ സാധനം ഉണ്ടെന്ന്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഈ ഒരു സാധനം, ഇത് കറക്റ്റ് ഒരു പൗച്ച് പോലെ തന്നെ ഉണ്ടല്ലേ, കറക്റ്റ് പൗച്ച് പോലത്തെ സാധനം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ സ്കെച്ചൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു പൗച്ച് പോലത്തെ സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ വന്നേക്കുന്ന കളേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 പിങ്ക് ഷെയ്ഡ്സ് ഉണ്ട്. കണ്ടോ, 3 പിങ്ക് ഷെയ്ഡ്സാണ് ഉള്ളത്. പിന്നെ ഒരു 3 ബ്രൗൺ ഷെയ്ഡ്സ് ഉണ്ട്, ഒരു യെല്ലോ ഷെയ്ഡുണ്ട്, ഒരു ഓറഞ്ച് ഷെയ്ഡുണ്ട്, പിന്നെ 3 ഗ്രീൻ ഷെയ്ഡ്. അത്ര കളേഴ്സാണ് ഇതിനകത്തുള്ളത്. അത്ര സ്കെച്ച് പെൻസിൽ വരും. ഓക്കെ, അടുത്ത് നമ്മുടെ കയ്യിലൊരു ഷെയ്ഡിങ് പെൻസിൽ വരുന്നുണ്ട്. ഓക്കെ, ഷെയ്ഡിങ് പെൻസിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ ബുക്ക് വരുന്നുണ്ട്. ആദ്യം നിങ്ങൾ കണ്ടേക്കുന്നത് എൻ്റെ ലൈബ്രറീൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. സ്റ്റോറി ബുക്ക് എന്നൊക്കെ പറയും, ലൈബ്രറിയാണ്. പിന്നെ ഉള്ളത് ഒരു മലയാളം ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ഒരു ISS ടെക്സ്റ്റ് ബുക്കുണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ടെക്സ്റ്റ് ബുക്കുണ്ട്, പിന്നെ ആർട്ട് ടെക്സ്റ്റ് ബുക്കുണ്ട്. ഇതിനകത്തൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല സാറ്, എല്ലാം എന്തൊക്കെ ചെയ്യിപ്പിക്കും. ഓക്കെ, പിന്നെ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു ജോമെട്രി കോഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ജോമെട്രി കോഴ്സിനകത്തുള്ളത് അതെല്ലാം ഉണ്ട് ഇതിനകത്ത്, കണ്ടോ. ഓക്കെ, എന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെന്നായിരിക്കും ജോമെട്രി കോഴ്സിനകത്ത് എന്തൊക്കെയാണ്. അപ്പം പിന്നെ നമ്മളൊരു ഡയറി വരുന്നുണ്ട്. ആ ഡയറി എൻ്റെ എന്താ പറയുന്നത് 2025 ഡയറിയാണ്. ഞാൻ ആദ്യത്തെ പേജിൽ പിന്നെ വെറുതെ സിമ്പിളായിട്ടൊന്ന് എൻ്റെ നെയിമൊക്കെ എഴുതി സിമ്പിളായിട്ടൊന്ന് ചെയ്യുന്നതാണ്. പിന്നെ കുറേ പേജൊക്കെ ഉണ്ട്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അത് എപ്പോഴെന്തെങ്കിലുമൊക്കെ ബോറടിക്കുമ്പോൾ മാത്രം ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു ഫയലുണ്ട്, കുറേ സാധനമൊക്കെ ഉള്ളൊരു ഫയലാണ്, കുറേ പ്രിൻ്റൗട്ടിനൊക്കെ ഉള്ള ഫയൽ. എന്തായാലും ഞാൻ കാണിച്ചു തരാം ഫയലിനകത്ത്. ഓക്കെ, നമ്മുടെ ഇതൊക്കെ ഒരു പ്രിൻ്റ് ഔട്ടാണ് ഗൈസ്. അതൊക്കെ ഞാൻ എടുത്തതാണ്, വീട്ടിൽ കണ്ടിട്ടാണ്. അതതിൻ്റെ ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സുള്ള പ്രിൻ്റാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒന്നാമത്തെ ഇത് കണ്ടോ. രണ്ടാമത്തെ ഇതുപോലെ കുറേ ക്യൂട്ട് പിക്ചേഴ്സാണ്. എന്തായാലും മൊത്തം ഒന്നും കാണിക്കുന്നില്ല, ഞാൻ എന്തായാലും
പിക്ചേഴ്സാണ് നമ്മുടെ ഉള്ളത്. അപ്പം പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ ഈ ഫയലിൽ. പിന്നെ വേണ്ട സമയത്ത് നമ്മൾ കുറേ സാധനമൊക്കെ വെക്കും. ഓക്കെ, വേറെ കാര്യം. അടുത്തത് നമ്മുടെ പൗച്ച്. ഈ പൗച്ചിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്കൊക്കെ കണ്ടാലോ. അപ്പം ഈ പൗച്ചിനകത്തുള്ളത് ഒരു വൈനറുണ്ട്. പിന്നെ ഈ ഒരു സാധനം, ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയുമോ? കണ്ടോ എന്നാൽ നിങ്ങൾക്ക് അറിയുമോ? ഇതില്ലായിരിക്കും ഈ ജോയിന് വന്ന സംഭവം. എനിക്ക് കിൻഡർ ജോയിന് വന്നു ആ മിഠായില്ലേ, അതിനകത്ത് കിട്ടിയത്. നമ്മുടെ പെൻസിലൊക്കെ പിടിച്ച് എഴുതാറില്ലേ, അപ്പോൾ അതിനകത്ത് രസത്തിന് വേണ്ടി ഒന്നിടുന്ന ഈ ഒരു ക്യൂട്ട്സാണ് എനിക്ക് അന്നേരം കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത്. പിന്നെ നമ്മുടെ ഒരു പെൻസിലുണ്ട്, പിന്നെ നമ്മുടെ ഒരു ഗ്ലൂ ഉണ്ട്, ഉണ്ട്. പിന്നെ നമ്മുടെ പെന്നുണ്ട്. ഇത് നമ്മുടെ കളർഫുൾ പെൻ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കളർഫുൾ പെൻ. അതിനകത്ത് നമ്മൾ കുറേ കളറുള്ള പർപ്പിൾ ഉണ്ടാവും, ഗ്രീൻ ഉണ്ട്, അതിനകത്ത് കുറേ പെൻ. പിന്നെ നമ്മൾ സാധാ ബ്ലൂ പെൻ, രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, 2 പെൻ. പിന്നെ കുറേ പെൻസിൽസ് ഉണ്ട്, 2 പെൻസിൽ. പിന്നെ നമുക്കൊരു സിസറുണ്ട്, ചേച്ചി കാണിച്ച സെയിം സിസറാണ്. പിന്നെ നമ്മൾക്ക് ഈ ഒരു സാധനമുണ്ട്, അത് ഇദ്ദേഹത്തെ ഇടുന്നതാണ് ഇളക്കിപ്പിടാസ്. ഞാൻ വെക്കാൻ പറഞ്ഞുപോയി, ഇതായിട്ട് കണ്ടോ, അതുപോലെ നല്ല ഇതാണ്. പിന്നെ നമ്മുടെ ഒരു ബ്ലാക്ക് പെന്നുണ്ട്, പിന്നെ നമുക്കൊരു ഷാർപ്നറുണ്ട്, പിന്നെ നമ്മുടെ ഒരു പരകളുണ്ട്, പക്ഷേ ഇതിനകത്ത് ഗ്ലൂ ഉണ്ട്. അപ്പം പിന്നെ നമുക്കൊരു ഷെയ്ഡിങ് പെൻസിൽ വന്നിട്ടുണ്ട്, പിന്നെ നമ്മൾ സാധാ പെൻസിൽ വന്നിട്ടുണ്ട്, പിന്നെയും നമ്മുടെ ഒരു ഷെയ്ഡിങ് പെൻസിൽ വന്നിട്ടുണ്ട്, പിന്നെയും നമ്മുടെ ഒരു ബ്ലൂ പെൻ വന്നിട്ടുണ്ട്, പിന്നെയും ഒരു പെൻസിൽ, 2 പെൻസിൽസ്, പിന്നെ ഒരു പെൻസിൽ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരയിൽ 2 ഒരയാണുള്ളത്, ഒന്നിത് ഞാനിപ്പോൾ കാണിച്ചു കൊടുത്തു, ഒന്നിത്. അപ്പം നമുക്ക് അതൊന്നും അതിനകത്ത് ഇതൊന്നുമില്ല, സാധാ നമ്മുടെ സ്റ്റിക്കി സെറ്റാണ്, ഇതൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് നമ്മുടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കുറേ ഈ ഹൈലൈറ്റേഴ്സാണ്. കുറേ ഹൈലൈറ്റേഴ്സ് ഉണ്ട്, ഒരു 4 ഹൈലൈറ്റേഴ്സേ ഉള്ളൂ. ഒരു ഗ്രീൻ ഹൈലൈറ്റർ ഉണ്ട്, ഒരു പിങ്ക് ഹൈലൈറ്റർ ഉണ്ട്, ഒരു ഓറഞ്ച് ഹൈലൈറ്റർ ഉണ്ട്, ഒരു യെല്ലോ ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ ഉള്ളത് പിന്നെയും ഒരു പെൻസിൽ, ബാഗിനകത്ത് ഒരു പെൻസിൽ. പിന്നെ നമ്മുടെ ഉള്ളത് ഒരു സ്കെയിൽ, വലിയ സ്കെയിൽ. ഓക്കെ, പിന്നെ നമ്മുടെ ഉള്ളത് എന്താണ്, ഒരു വേറൊരു ജോമെട്രിക് ബോക്സ്. അത് ഒന്നുമില്ലാത്ത ജോമെട്രിക് ബോക്സാണ്. അതിനല്ല, ഒരു സ്കെയിൽസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജോമെട്രിക് ബോക്സ് അത് സ്കെയിൽസ് ഒക്കെ ഇല്ലേ, ആ സ്കെയിൽസൊക്കെ അത് മാത്രമുള്ളൊരു ജോമെട്രിക് ബോക്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കെയിൽസ് മാത്രമുള്ളത്. സ്കെയിൽസാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം. ഇതിനകത്ത് ഏതൊക്കെ സ്കെയിൽസ് ഉണ്ടെന്ന് ഈ ഒരു സ്കെയിലുണ്ട്, നമ്മുടെ ലെഫ്റ്റിലുള്ള ഈ ഒരു സ്കെയിൽ. പക്ഷേ ഇതിനിപ്പോൾ ഒരു പ്രത്യേകമുണ്ട്, ഈ ഡിസൈൻസ് കണ്ടോ, ഡിസൈൻസാണ് കേസ്. കണ്ടോ, ഇത് കണ്ടോ, നിന്ന് കാണാൻ പറ്റില്ല, ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സ്കെയിലുണ്ട്, ഇതെന്താ എനിക്കറിയാലോ. പിന്നെ ഈ ഒരു സ്കെയിലുണ്ട്, പിന്നെ ഈ ഒരു സ്കെയിലുണ്ട്, അതെല്ലാം ഈ ഒരു സ്കെയിലുണ്ട്. അപ്പോൾ ഇത്രയും സ്കെയിലാണ് നമ്മുടെ. അപ്പോൾ നമുക്കിതൊന്ന് വെച്ചാലോ, അത്ര സ്കെയിലുണ്ട്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതെന്താ പറയുക, അടുത്ത് നമ്മുടെ ഡയറി, നമ്മുടെ ഡയറി ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഡയറി ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു അത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്പേസിൽ. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് സ്പേസിൽ നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഈ ഒരു ബാക്ക് സ്പേസിൽ നമുക്ക് നോക്കിയാൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മ്യൂസിക് തുറക്കട്ടെ. ഓക്കെ, ആദ്യം തന്നെ നമുക്കുള്ളത് ഒരു 3 മാർക്കേഴ്സ് ഉണ്ട്. ഒരു ബ്ലാക്ക് കളർ മാർക്കറുണ്ട്, ഒരു റെഡ് കളർ മാർക്കറുണ്ട്, ഒരു ഗ്രേ കളർ മാർക്കറുണ്ട്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ സാധനം കൊണ്ടുപോകുന്നതാണ്. അപ്പം അതൊക്കെ ഉണ്ട്. ഓക്കെ,
അടുത്തത് നമ്മുടെ ഒരു സ്പ്രേ വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ക്ലാസ്സിൽ വെച്ച് തുമ്മലിൻ്റെ അസുഖമുണ്ട്. അതിന് വേണ്ടി നമ്മളൊരു മരുന്ന് കിട്ടും. ഓക്കെ, അതൊരെണ്ണം. പിന്നെ നമ്മുടെ വേറൊരു കീച്ചനുണ്ട്. എനിക്ക് ചിലപ്പോൾ ഒക്കെ ആ കീച്ചൻ മാറണമെന്നുണ്ട്, പക്ഷെ ഞാൻ മാറാറില്ല. വേറൊരു കീച്ചനുണ്ട്. കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ കീച്ചനൊക്കെ നോക്കി മാറാം. പിന്നെ നമ്മുടെ ഒരു നമ്മുടെ ഐ കാർഡ്, ഇത് നമ്മുടെ പഴയ ഐ കാർഡ്. കണ്ടോ, നമ്മുടെ പഴയ ഐ ഡി കാർഡാണ് ഇത്. ഞാൻ ഗ്രേഡ് 2 പഠിക്കുന്ന ഐ ഡി കാർഡാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ഐ കാർഡ്, ഗ്രേഡ് 3 പഠിക്കുന്ന ഐ ഡി കാർഡ്. ഇപ്പോഴത്തെ എൻ്റെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ ഗ്രേഡ് 3 ആ ഐ കാർഡാണ്. പിന്നെ ഒരു റബ്ബർ ബാൻഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു മാസ്ക് ഉണ്ട്. അപ്പം പിന്നെന്താ ഉള്ളത്? പിന്നൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാഗ് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് കമൻറ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എസ് എന്നും ഇനിയൊരു എസ് എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു പിക്ചറും ഒരു സ്റ്റിക്കറും അയക്കാം. നോന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോന്ന് പറഞ്ഞിട്ട് ഇനിയൊരു സ്റ്റിക്കറും അയക്കാം, എന്നിട്ട് നോന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് പോകുന്നേ. അപ്പം ബൈ ബൈ. ഓപ്പളും